ഇവിടെ മിൽമ പാലിന്റെ വില വർധനവിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പറയുന്നത്. അതെ, വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാലിന്റെ വില ലിറ്ററിന് 3 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് മേഖലാ യൂണിയനുകളുടെ ആവശ്യം. മേഘന മുരളി ആ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. മേഘന, 3 മുതൽ 6 എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ? അഷ്മി, അങ്ങനെയല്ല എന്നുള്ളതാണ് മിൽമയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ പറയുന്നത്. കാരണം ഈ വേനൽ ചൂട് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്ഷീരമേഖലയാണ്. പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ കാലിത്തീറ്റയ്ക്ക് വില കൂടി, പച്ചപ്പുല്ല് ലഭിക്കാനില്ല. അതുപോലെ ഈ രോഗബാധയടക്കം പശുക്കൾക്കും കന്നുകാലികൾക്കും ഉണ്ടാകുന്ന രോഗബാധയടക്കം വലിയ രീതിയിൽ ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മിൽമ യൂണിയനുകളും ക്ഷീര യൂണിയനുകളും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ പണം കൂട്ടണമെന്നുള്ള കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിലൊരു തീരുമാനം ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ മിൽമ ബോർഡ് യോഗം ഇന്ന് കൂടുന്നത്. പക്ഷേ ഇന്ന് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുത്താലും അതിൽ സർക്കാരിന്റെ അംഗീകാരം വേണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു വില വർധനവ് വേണമെന്നുള്ളത് തന്നെയാണ് മിൽമയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ പറയുന്നത്. അത് 4 മുതൽ 6 വരെയുള്ള രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം, അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം അത്രയധികം പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർദ്ധിപ്പിക്കുന്ന തുകയിൽ 83.75% കർഷകർക്ക് തന്നെ നൽകാനാണ് മിൽമ ബോർഡിന്റെ ഒരു തീരുമാനമായി വരുന്നത്. പക്ഷേ ഈ തീരുമാനത്തിനൊക്കെ ഒരു സർക്കാർ അംഗീകാരം വേണം. അംഗീകാരത്തിനുള്ള കാത്തിരിപ്പാണ്. നേരത്തെ തന്നെ ഈ വേനൽ തുടങ്ങിയ സമയത്ത് തന്നെ പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞെന്നും കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു നിവേദനം അടക്കം സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനം, ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാനും മിൽമ യൂണിയനുകൾ തീരുമാനിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു മിൽമ ബോർഡ് യോഗം കൂടുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകും. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട സമയവും ആ കാലാവധിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മിൽമ പാലിന്റെ വില കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എത്ര രൂപ എന്ന കാര്യത്തിലാകും ഒരു പക്ഷേ ഇന്നൊരു തീരുമാനമുണ്ടാവുക. അല്ലെങ്കിൽ ചായയുടെ എണ്ണം കുറച്ചാലും മതി. 4 മുതൽ 6 വരെ എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഇടയ്ക്ക് 5 രൂപ എന്നൊക്കെ ആയിരിക്കും. 5 രൂപ ലിറ്ററിന് കൂടുക പറഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത കൂടുതലാണ്. പക്ഷേ ആ മിൽമയ്ക്ക് എന്തിനാണ് 5 രൂപ കൂടുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ന്യായവാദവും ഒരു കൃത്യമായ കണക്കുമുണ്ട്. പക്ഷെ പാല് മേടിക്കുന്ന ആൾക്കാർക്ക് ന്യായവാദത്തിന് കണക്കിനും അപ്പുറം വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.